വിശുദ്ധ മത്തായി അറിയിച്ച സുവിശേഷം 24 അധ്യായം 4 മുതൽ 8 വരെയുള്ള തിരുവചനങ്ങൾ. യേശു പറഞ്ഞു, ആരും നിങ്ങളെ വഴിതെറ്റിക്കാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ. പലരും എന്റെ നാമത്തിൽ വന്ന് ഞാൻ ക്രിസ്തുവാണെന്ന് പറയുകയും അനേകരെ വഴിതെറ്റിക്കുകയും ചെയ്യും. നിങ്ങൾ യുദ്ധങ്ങളെപ്പറ്റി കേൾക്കും, അവയെപ്പറ്റിയുള്ള കിംവദന്തികളും. എന്നാൽ നിങ്ങൾ അസ്വസ്ഥരാകരുത്, കാരണം ഇതെല്ലാം സംഭവിക്കേണ്ടതാണ്. എന്നാൽ ഇനിയും അവസാനമായിട്ടില്ല. ജനം ജനത്തിനെതിരായും രാജ്യം രാജ്യത്തിനെതിരായും ഉണർന്നെഴുന്നേൽക്കും. ക്ഷാമങ്ങളും ഭൂകമ്പങ്ങളും പല സ്ഥലങ്ങളിലും ഉണ്ടാകും. ഇതെല്ലാം ഈറ്റുനോവിന്റെ ആരംഭം മാത്രമാണ്. ഓർമ്മിക്കുക, ഭൂമിയിലെ രാജ്യത്വത്തിനായി മനുഷ്യൻ മത്സരിക്കുമ്പോൾ സ്വർഗത്തിലെ സൗഭാഗ്യങ്ങളെക്കുറിച്ച് മറന്നുപോകുന്നത് ദുഃഖകരമാണ്. ഭൂമിയിലെ സാമ്രാജ്യത്വത്തെക്കാൾ സ്വർഗത്തിലെ സിംഹാസനത്തിൽ ഇരിക്കുന്നതല്ലേ കൂടുതൽ ശ്രേഷ്ഠം. ക്രിസ്തുവിന്റെ രാജ്യത്വം മനുഷ്യനെ ഓർമ്മിപ്പിക്കുന്ന വലിയൊരു പാഠം ഇതാണ്. രാജകീയ പുരോഹിത പ്രവാചക ശുശ്രൂഷയിൽ ക്രിസ്തുവിന്റെ അധികാരത്തെ ഓർമ്മിപ്പിക്കുന്നതാണ് രാജ്യത്വ തിരുനാൾ. 1925 11 പിയൂസ് മാർപ്പാപ്പ സെന്റ് ഹെലന ദ്വീപിൽ ഒറ്റപ്പെട്ടപ്പോൾ രാജാതിരാജനായി പിറന്ന ക്രിസ്തുവിന്റെ സാമ്രാജ്യത്വത്തെക്കുറിച്ച് ഓർമ്മിപ്പിച്ചത് ഇങ്ങനെയായിരുന്നു: ക്രിസ്തു വെറും ഒരു മനുഷ്യനല്ല. പടയാളികളില്ലാതെ, കൈക്കരുത്തും ബലവുമില്ലാതെ വലിയ സാമ്രാജ്യം കെട്ടിപ്പടുത്തു. സീസറും അലക്സാണ്ടറുമൊക്കെ കൈക്കരുത്തും ബലവും ഉപയോഗിച്ച് നിരവധി സാമ്രാജ്യങ്ങൾ പടുത്തുയർത്തിയപ്പോൾ ക്രിസ്തു സ്നേഹം കൊണ്ട് സാമ്രാജ്യം പണിതു. ജനതകൾ കടന്നുപോയിട്ടും പല കിരീടങ്ങൾ ഉടഞ്ഞു തകർന്നിട്ടും സഭ ഇന്നും നിലനിൽക്കുന്നത് ക്രിസ്തു രാജാവായിരിക്കുന്നതുകൊണ്ടാണ്. ക്രിസ്തുവിന്റെ രാജ്യത്വത്തെ തകർത്തെറിയുവാൻ എത്രയോ സാമ്രാജ്യ ശക്തികൾ മുന്നോട്ടു വന്നു. എത്രയോ അബദ്ധ സിദ്ധാന്തങ്ങളും പാഷണ്ഡതകളും നാരകീയ ശക്തികളും തലപൊക്കി. പക്ഷേ അവിടെയൊന്നും അടിപതറാതെ സധൈര്യം മുന്നേറുവാൻ സഭയ്ക്ക് സാധിച്ചത് ക്രിസ്തു രാജാവായിരുന്നതുകൊണ്ട് മാത്രമാണ്. നമ്മുടെ ജീവിതത്തിന്റെ രാജാവും നേതാവുമായി നാം തിരിച്ചറിയേണ്ടത് ക്രിസ്തുവിനെയാണ്. ക്രിസ്തുവിനെ ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്തിയാൽ നമ്മുടെ ജീവിതവും ദുരിതപൂർണമാകും. ക്രിസ്തു ഈ വീടിന്റെ നാഥൻ എന്നു വീടിന്റെ ഉമ്മറപ്പടികളിൽ എഴുതി വെച്ചിട്ടുള്ളത് കൊണ്ടായില്ല, മറിച്ച് നമ്മുടെ ജീവിതത്തിന്റെ വാതിൽ ക്രിസ്തുവായിരിക്കണം. നമ്മുടെ നാഥൻ ക്രിസ്തുവാണെന്നും ജീവിതം ക്രിസ്തുവിനു വേണ്ടിയാണെന്നും തിരിച്ചറിഞ്ഞു ജീവിക്കുവാൻ എല്ലാവർക്കും ഇടവരട്ടെ എന്ന് പ്രാർത്ഥിക്കാം. അധികമാണെൻ അപരാധമെങ്കിലും അനുതാപമോടെ അരികിലെത്താം. കരുണ തൻ കൺകളിൽ എന്നെ നീ കാണുകിൽ എൻ മനം ശാന്തമായി തീരുകില്ലേ. കരുണ തൻ കൺകളിൽ എന്നെ നീ കാണുകിൽ എൻ മനം ശാന്തമായി തീരുകില്ലേ. കരുണയോടെന്നെ നീ നോക്കേണമേ, മാപ്പിനായി കേഴുന്ന അപരാധി ഞാൻ. കരുണയോടെന്നെ നീ നോക്കേണമേ, മാപ്പിനായി കേഴുന്ന അപരാധി ഞാൻ.
കൽഭരണികൾ ശൂന്യമെന്നാഥ, കരളുലയ്ക്കുന്ന ഓർമ്മകളും കഥനം നിറഞ്ഞ ഈ കണ്ണീർ കണങ്ങളാൽ, കഥനം നിറഞ്ഞ ഈ കണ്ണീർ കണങ്ങളാൽ നിൻ പാദപത്മത്തിൽ ശരണപൂജ. കരുണയോടെന്നെ നീ നോക്കേണമേ, മാപ്പിനായി കേഴുന്ന അപരാധി ഞാൻ. കരുണയോടെന്നെ നീ നോക്കേണമേ, മാപ്പിനായി കേഴുന്ന അപരാധി ഞാൻ. തന്ത്രികൾ ഉടഞ്ഞ ഈ വീണതൻ രോദനം, നാദങ്ങളേകി നീ സാന്ദ്രമാക്കൂ. കല്ലേറു വീഴാതെ കാക്കും നിൻ കൈകളിൻ, കല്ലേറു വീഴാതെ കാക്കും നിൻ കൈകളിൻ കൃപ വഴിയുന്നൊരാ സ്നേഹമന്ത്രം. കരുണയോടെന്നെ നീ നോക്കേണമേ, മാപ്പിനായി കേഴുന്ന അപരാധി ഞാൻ. കരുണയോടെന്നെ നീ നോക്കേണമേ, മാപ്പിനായി കേഴുന്ന അപരാധി ഞാൻ. അധികമാണെൻ അപരാധമെങ്കിലും അനുതാപമോടെ അരികിലെത്താം. കരുണ തൻ കൺകളിൽ എന്നെ നീ കാണുകിൽ, എൻ മനം ശാന്തമായി തീരുകില്ലേ. കരുണ തൻ കൺകളിൽ എന്നെ നീ കാണുകിൽ, എൻ മനം ശാന്തമായി തീരുകില്ലേ. കരുണയോടെന്നെ നീ നോക്കേണമേ, മാപ്പിനായി കേഴുന്ന അപരാധി ഞാൻ. കരുണയോടെന്നെ നീ നോക്കേണമേ, മാപ്പിനായി കേഴുന്ന അപരാധി ഞാൻ. മാപ്പിനായി കേഴുന്ന അപരാധി ഞാൻ.